ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം. നമസ്കാരം. സാർ, ആക്ഷൻ സിനിമകളിലൂടെ സൂപ്പർ സ്റ്റാറും കടന്ന് മെഗാസ്റ്റാറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടനാണ് ഉണ്ണി മുകുന്ദൻ. മലയാളികളെ മാത്രമല്ല അദ്ദേഹം ഹരം കൊള്ളിക്കുന്നത്, ഇപ്പോൾ ഇതാ വിദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വലിയ പ്രീതി ഉണ്ടായിരിക്കുകയാണ്, ജനപ്രീതി നേടുകയാണ്. ഈ ഉണ്ണി മുകുന്ദൻ BJP-യിലേക്ക് വരുന്നു അങ്ങനൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്നൊരു വിവരം കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ എന്നും പറയപ്പെടുന്നു. എന്താണ് സാർ ഈ കാര്യത്തെ, ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇതിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്താണ് ഈ ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഭൈല കേംചോ, ഇത് പ്രശാന്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഗുജറാത്തി ഭാഷയാണ്. ഓ, അത് ശരി. ഭൈല കേംചോ എന്ന് പറഞ്ഞാൽ മോനെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, മോനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ വാത്സല്യത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും. ഇത് 2023 ഏപ്രിൽ 24 എറണാകുളത്ത് വെച്ച് യുവം എന്ന യുവാക്കൾക്ക് വേണ്ടി നടത്തിയ പരിപാടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ണി മുകുന്ദനോട് ചോദിച്ച ചോദ്യമാണ്. ഭൈല കേംചോ, മോനെ എങ്ങനെ പോകുന്നു, മോനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഇതിന് തുടർച്ചയായി ഉണ്ണി മുകുന്ദനെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായ ടാജ് മലബാർ ഹോട്ടലിലേക്ക് വിളിച്ച് 45 മിനിറ്റ് നേരം അവരടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു. അതിനുശേഷം എന്താണ് ചർച്ചയിൽ നടന്നതെന്ന് ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹം എന്നോട് ഗുജറാത്തി ഭാഷയിൽ സിനിമ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാളികപ്പുറം സിനിമയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹം പത്രക്കാരുമായിട്ട് പുറത്ത് പറഞ്ഞത്. അപ്പം ഉണ്ണി മുകുന്ദനും നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢമാണ്. നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ മറ്റു മാനങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തുന്ന മാർക്കോ എന്ന സിനിമയാണ് പുതിയ സിനിമ, ഇപ്പോഴത്തെ ആഗോളതലത്തിലേക്ക്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു പരാതി കേട്ടു. അത് ഭയങ്കര വയലൻസ് ആണെന്ന് പറയുന്നു സാർ, എന്താണ് അതിൻ്റെ വാസ്തവം? അതിലെ വയലൻസ് ആണ് അതിലെ പ്രധാന പ്രമേയം. അതിലെ മിനിമം സ്റ്റോറി മാക്സിമം വയലൻസ് എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ. പക്ഷേ ഈ വയലൻസ് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. വളരെ എസ്തറ്റിക്കലായിട്ട്, വളരെ സൗന്ദര്യബോധത്തോടു കൂടി, വളരെ സംഗീതാത്മകമായിട്ട്. രവി ബസൂർ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പശ്ചാത്തല സംഗീതം വളരെ ഗംഭീരമായിട്ട് ഈ രംഗങ്ങളുമായി ചേർന്ന് പോകുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചന്ദ്രു സെൽവരാജ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഛായാഗ്രാഹകൻ്റെ ഛായാഗ്രഹണം, അതും ഇതിൻ്റെ സാങ്കേതികത്വത്തെ വളരെയധികം സഹായിക്കുന്നു. ഹനീഫ് അദേനി എന്നൊരു സംവിധായകനാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ സാങ്കേതികമായിട്ട് വളരെ മികച്ചു നിൽക്കുന്ന ഒരു കലാരൂപമാണ്. ഇതിൽ വയലൻസ് ഉണ്ട്. ഈ വയലൻസിനെ കുറിച്ച് ഈ ദേശീയ തലത്തിൽ ധാരാളം ദേശീയ മാധ്യമങ്ങളിൽ ഉണ്ണി മുകുന്ദന്റെ ഇന്റർവ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അദ്ദേഹം വലിയ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മലയാളം ചാനലുകളിൽ ഇപ്പോഴും ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നുള്ള ചർച്ചകൾ തീർന്നിട്ടില്ല. ദേശീയ ചാനലുകൾ ഒരു 6-7 ചാനലുകളിൽ ഞാൻ കണ്ടു അനായാസമായിട്ട് അസൂയാവഹമായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന് 5 ഭാഷകൾ സ്വായത്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വയലൻസിനെ കുറിച്ച് അങ്ങ് ചോദിച്ച ചോദ്യം ഉണ്ണി മുകുന്ദനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു രാക്ഷസീയമായ അക്രമം നടക്കുന്ന സ്ഥലത്ത് ഒരു രക്ഷകൻ വരുന്നതാണ് കഥ. അപ്പോൾ രാക്ഷസീയമായ അക്രമം നടക്കുന്ന സ്ഥലത്ത് രക്ഷകൻ വരുമ്പോൾ അദ്ദേഹത്തിനും വയലൻസ് തന്നെ, ബ്രൂട്ടാലിറ്റി മാത്രമേ കാണിച്ച് രാക്ഷസീയമായ പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കഴിയും. നമ്മുടെ പുരാണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. രാമായണത്തിൽ ഈ ആരണ്യകത്തിൽ വസിക്കുന്ന മുനിമാരുടെ ആചാരാനുഷ്ഠാനങ്ങളും വേദപഠനവും തടസ്സപ്പെടുത്താൻ വേണ്ടി രാക്ഷസന്മാർ ഉപയോഗിച്ച് രാക്ഷസീയമായ പ്രവൃത്തികൾ ചെയ്യുന്നു. രക്ഷകനായിട്ട് അവതാര പുരുഷന്മാർ വന്ന് അതില്ലാതാക്കുന്നു. അതിന് യുദ്ധം നടക്കുന്നു. അപ്പൊ ഇതിനൊരു റാഷണൽ, ഇതിന്റെ പിന്നൊരു യുക്തിയുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം നൽകിയ ഉത്തരം. പക്ഷേ ഈ വയലൻസ് സിനിമ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ സാങ്കേതിക മികവ്, അതിന്റെ ഇതുവരെ കാണാത്ത പുതുമ, കഥയൊക്കെ അത് വളരെ ഗംഭീരമായിട്ട് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ സിനിമ മലയാളത്തിൽ വരുമ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ തിളക്കം ദേശീയ തലത്തിൽ മങ്ങലേറ്റ് നിൽക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണം ഈ ഹേമ കമ്മിറ്റി. അതെ, തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു ദേശീയ തലത്തിൽ തിരിച്ചടി നിൽക്കുമ്പോഴാണ് സിനിമ വരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാവുന്ന ഇക്ലി കഥകൾക്കപ്പുറത്ത് ധാരാളം നമ്മൾ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് പക്ഷേ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നതെല്ലാം സാർ ഇപ്പം പറഞ്ഞ പോലെ ഈ ഇക്കിളി കഥകളാണ്. അതിനകത്ത് അത് മാത്രമല്ല, അത് എന്തൊക്കെയോ വളരെ ബയാസ്ഡ് ആണ്, ഏകപക്ഷീയമായിട്ട് ചിലരെ വെള്ളപൂശുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ അതിൻ്റെ പുറത്തുണ്ട്. പക്ഷേ അതിൻ്റെ ശരിയായൊരു വസ്തുത എന്താണെന്ന് ചുരുക്കി പറയാം. 2017 ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. 2019 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. 2024 വരെ ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല.
പല പല കാരണങ്ങളാൽ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നു പറയും. പിന്നെ ഹൈക്കോടതിയുടെ ഇടപെടലും ഒക്കെ കാരണമാണ് ഇത് വെളിച്ചത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ സ്ത്രീകൾ, സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾ, പീഡനങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ ഒക്കെയുമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത്. അതൊക്കെ ഉണ്ട് താനും. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സിനിമയിൽ അവസരങ്ങൾ തേടി വരുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന അതിക്രമം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയിൽ വന്നത്. ഇതിനെ തുടർന്ന് അമ്മ എന്ന് പറയുന്ന സിനിമ താരസംഘടനയുടെ പ്രസിഡന്റ് രാജിവെച്ചു, സെക്രട്ടറി രാജിവെച്ചു, പല നടന്മാരും സുപ്രീം കോടതിയിൽ പോയി ജാമ്യമെടുത്തു, ഒരു പ്രശസ്ത സംവിധായകൻ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അങ്ങനെ വലിയ, പക്ഷെ അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് കർണാടക ഹൈക്കോടതിയുടെ ഇത് പുറത്തു വന്നല്ലോ. അത് ഒരു കേസിൽ, ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഇക്കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന, വളരെ ദയനീയമായ ചില കാര്യങ്ങളുണ്ട്. അവിടെ ട്രേഡ് യൂണിയനുകളിൽ ചേരാൻ 50,000 രൂപ വരെ അഡ്മിഷൻ ഫീസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടുള്ളതാണ്. അതുപോലെ 35 വയസ്സ് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനിൽ ചേർക്കാതിരിക്കുക. നമുക്കൊരു ട്രേഡ് യൂണിയൻ നിയമമുണ്ട്, ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് 1926 പറഞ്ഞു. ഈ നിയമത്തിൽ ഇങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഈ എല്ലാ തൊഴിൽ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ചില പ്രാക്ടീസുകളാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി ചെറിയ റോളുകൾ അഭിനയിക്കുന്ന എക്സ്ട്രാ നടന്മാർക്ക് ലൊക്കേഷനുകളിൽ 24 മണിക്കൂർ നിൽക്കേണ്ടി വരും. അവർക്ക് ഇരിക്കാൻ അവസരമില്ല. ഈ തൊഴിൽ രംഗങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന കംപ്ലയൻസ് കമ്മിറ്റികൾ, അത് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിയെ തുടർന്ന് നിർബന്ധമാക്കിയതാണ്. അത് സിനിമാ രംഗത്തില്ല. ചില മേഖലകളിൽ സ്ത്രീകളെ തൊഴിലെടുക്കാൻ സമ്മതിക്കില്ല. അത് ഇറ്റ്സ് എ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ, ലിംഗ അധിഷ്ഠിതമായിട്ടുള്ള വിവേചനമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് മലയാള സിനിമയുടെ ദേശീയ തലത്തിലുള്ള ഒരു തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമ, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് വളരെ പ്രശസ്തങ്ങളായ ചില സിനിമകൾ അടുത്ത കാലത്ത് വന്നു. RRR, KGF, ബാഹുബലി, അതൊക്കെ മേലെ എന്നൊക്കെ കുട്ടികൾ പറയുന്നില്ല. അതിനുമൊക്കെ മേലെയായിട്ട് ഈ സിനിമ മാർക്കോ എന്ന സിനിമ സ്ഥാനം പിടിച്ച് വളരെ ഉയർന്ന തലത്തിലേക്ക് ആ സിനിമ ദേശീയ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് കൊറിയ മുതലായ രാജ്യങ്ങളിലേക്ക് ഇത് റിലീസ് ചെയ്യാൻ, മൾട്ടിപ്പിൾ തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ നടനെ കുറിച്ച് ആദ്യം ചോദിച്ച പോലെ അദ്ദേഹം BJP രാഷ്ട്രീയം ചോദിച്ചു. അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, അദ്ദേഹം ദേശീയതയോടെ ചേർന്ന് മാത്രമേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ദേശീയതയ്ക്ക് വിരുദ്ധമായി യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പറഞ്ഞ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് സിനിമാ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ സിനിമാ ഭാവിക്ക് അനുകൂലമായ രീതിയിൽ ദേശീയതയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. നമ്മളിവിടെ ലക്ഷദ്വീപിൽ കേന്ദ്ര ഗവൺമെന്റ് ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കിയപ്പോൾ ചില യുവനടന്മാർ അതിനെതിരെ നടത്തിയ യുദ്ധങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ തെങ്ങിനടിച്ച നിറത്തിന് കാവി നിറമുണ്ട്. അതൊക്കെ കെട്ടടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? അവിടെ ഈ ചർച്ച ഇതിൻ്റെ നീണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരാവശ്യം വന്നു. ഈ ദേശീയത പറയുന്ന സ്ഥലത്ത് മഹാത്മാവിന്, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ പല ദേശീയവാദികളും ഇതിൽ നിന്ന് പിന്നോക്കം പോയത്. ഇപ്പോൾ നമ്മൾ അവസാനം കണ്ടില്ലേ, മലപ്പുറത്ത് തിരൂരിൽ മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ നമുക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അതൊക്കെ കെട്ടടങ്ങിയത്. പ്രതിമയ്ക്ക് രാഷ്ട്രീയമുണ്ട്, മതേതരത്വം ഇല്ലായ്മയുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ദേശീയതയോട് ഉറച്ചു നിൽക്കുന്ന അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മേലുള്ള ആക്രമണവും വളരെ കൂടുതലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഏതോ സിനിമയുടെ ഒരു ഫ്രെയിമിന്റെ പശ്ചാത്തലത്തിലൂടെ കറക്കൊടുത്തവർ ശബരിമലയിൽ പോകുമെന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. മാളികപ്പുറം ഏതോ ആംബുലൻസിൽ സേവാഭാരതി എന്ന് പറഞ്ഞ ആക്രമണം ഉണ്ടായിരുന്നു. അദ്ദേഹം മാളികപ്പുറം സിനിമ പിടിച്ചപ്പോൾ ഭക്തി ചൂഷണം ചെയ്യുന്നു എന്നുള്ള പറയും. ഇവിടെ മെറിലാൻഡ് സിനിമയിലൊക്കെ ഭക്തി സിനിമകൾ മാത്രമാണ് പിടിച്ചിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഇദ്ദേഹത്തിന് പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഫിലിം കമ്പനിയെ, ഉണ്ണി മുകുന്ദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ വളരെ വളരെ മോശമായ ഒരു മലയാള ഭാഷയുമായി ചേർന്ന് ഒരു യുവനടൻ ആക്ഷേപിക്കുകയുണ്ടായി. UMFI ചേർത്ത് വളരെ മ്ലേച്ഛമായ ഒരു പദം. അങ്ങനെ അക്രമങ്ങൾക്ക് വിധേയനായ, പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വളരെ ഉയർന്ന് മലയാള സിനിമയുടെ യശസ് ലോകത്ത് എല്ലായിടും എത്തിക്കുന്ന അവസരത്തിൽ എത്തിയിട്ടുണ്ട്. സാർ, ഇത്ര എത്തിയപ്പോൾ ഒരു സംശയം ചോദിക്കാം. മറ്റൊരു സുരേഷ് ഗോപി വളർന്നു വരുന്നു എന്നാണോ ഈ എതിരാളികളുടെ അവരുടെ ആ എതിർപ്പിന്റെ കാരണം അതാണോ? എതിരാളികൾ അങ്ങനെ ഭയപ്പെടുന്നതിൽ വസ്തുതയുണ്ടാവാം. അത് അവരെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു BJPയിലേക്ക് ഒരു അധികാരം സിനിമാ രംഗത്ത് നിന്ന് കേരളത്തിൽ ജനിച്ച് ഗുജറാത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ശാഖകളിലൊക്കെ പോകുന്നത് അദ്ദേഹം വളരെ വളരെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു മുതിർന്ന പ്രചാരകനായിരുന്നു നരേന്ദ്രമോദി. അപ്പൊ കുട്ടികളുമായിട്ടുള്ള കളികളിലും അവരുമായിട്ടുള്ള ഇടപെടലും ഒക്കെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ പല അവസരങ്ങൾ അദ്ദേഹം നിഷേധിക്കാതെ അന്നും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള ഇദ്ദേഹത്തിന് 45 മിനിറ്റ് നേരം താജ് ഹോട്ടലിൽ വെച്ച് ഇദ്ദേഹം അടച്ചിട്ട് മുറിയിൽ സംസാരിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമായിരിക്കാം.
നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ലീഡറിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെല്ലാം എന്തെല്ലാം അതെ, കണക്കുകൂട്ടലുകളുണ്ട്, ഉണ്ടാവും പ്ലാനിങ് ഉണ്ട് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. അറിയാൻ അപ്പോൾ പറ്റും. ഈ ഉണ്ണിമുകുന്ദനെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം അടിച്ചമർത്താൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ണിമൂന്തൻ എന്ന നടൻ, എന്ന കലാകാരൻ കാലൂന്നിയ തട്ടകങ്ങളെല്ലാം കീഴടക്കി. ഇനി രാഷ്ട്രീയ തട്ടകത്തിലും അദ്ദേഹം ശോഭിക്കുമോ, അവിടേക്ക് വരുമോ ഒക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഭാവി പറയട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നന്ദി.